രാമാവതാരം നടന്നു. സീതേന കട്ടുകൊണ്ടുപോയി രാവണൻ, അല്ലേ? രാമൻ അലഞ്ഞു തിരിയാൻ തുടങ്ങി കാട്ടിലോട്ട്. കരഞ്ഞും കൊണ്ട് ലക്ഷ്മണനും രാമനും ഭാര്യനെ അന്വേഷിച്ചിട്ട് നടക്കുന്ന സമയത്ത് പരമശിവനും സതിയും, പാർവതിയല്ല, പരമശിവനും സതിയും കൂടി കാട്ടില് മൃഗയാവിനോദത്തിന് വന്നു. അന്നേരം ഇവര് നടന്നു പോകുന്ന കാണുന്നു. അപ്പൊ സതി പറഞ്ഞു, എന്താ ഇത്? അന്നേരം പറഞ്ഞു, അപ്പാട് ഇത് കണ്ടപാടേ മഹാദേവൻ മായയായിട്ട് പറഞ്ഞു. എന്താ നിങ്ങൾ മായയായിട്ട് പറഞ്ഞേ? സതി ചോദിച്ചു. അല്ല, എന്നെ രാമൻ കണ്ടൂടാ. എന്നെ രാമൻ കണ്ടാൽ നേരിട്ട് വന്ന്, അല്ല, ഞാൻ പോയിട്ട് നമസ്കാരം ചെയ്യേണ്ടത്. രാമൻ നേരിട്ട് എന്നെ കണ്ടാൽ ഞാൻ പോയിട്ട് രാമനെ നമസ്കരിക്കണം. അതെന്താ കാരണം? സതി ചോദിച്ചതാ, എന്താ കാരണം? അല്ല, അത് മഹാവിഷ്ണുവാണ്, അത് പൂർണ്ണാവതാരമാണ്. 10 അവതാരത്തിൽ പൂർണ്ണാവതാരം രാമാവതാര. പൂർണ്ണാവതാരം എങ്ങനെയാന്ന് വരുന്നത്? പൂർണ്ണാവതാരം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു പാലാഴിയിൽ ഉണ്ടാവില്ല, നേരിട്ട് വന്ന് അവതരിക്കും. അല്ലാതെ അംശാവതാരം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു അവിടെ ഉണ്ടാവുകയും ചെയ്യും, അതിൽ നിന്നൊരു അംശം മാത്രം വരികയും ചെയ്യും. രാമാവതാരം എന്നല്ല, നേരിട്ട് പാലാഴിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ആൾക്കാർ വരേണ്ടി വന്നിന്. അപ്പോ എനിക്ക് നമസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാ ഞാൻ മായയായിട്ട് പറഞ്ഞത്. അത് മഹാവിഷ്ണു എന്നല്ല. ആരാ പറയുന്നു? സതി. ഇത് സാക്ഷാൽ രാമൻ, ഒരു മനുഷ്യൻ. അതല്ല. നിനക്ക് സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ പരീക്ഷിച്ചോ. എനിക്ക് സംശയമില്ല.